നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ NSS പിന്തുണ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിക്കെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാറാണ് ഐഷ പോറ്റിക്ക് വോട്ട് നൽകാൻ ആഹ്വാനം ചെയ്തത്. ഹലോ, അനിൽ ചേട്ടനാണോ? ചേട്ടാ, ഞാൻ ഒരു കരയോഗത്തിന്റെ അംഗമാണേ. ഞാൻ വിളിച്ചത് ചേട്ടാ, നമ്മുടെ ഇപ്പൊ ഈ NSSന്റെ ഗ്രൂപ്പിലെ ഈ വനിതാ സമാജ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ കേൾക്കുന്നു, ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞോട്ടെ. അപ്പൊ അത് നമ്മുടെ ഒരു NSS ഒരു അംഗമില്ലേ, ബാലോത്സവം. അപ്പൊ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ തവണ ബാലഭവൻ സാറിനെ സഹായിച്ചല്ലോ. കഴിഞ്ഞ വർഷം ബാലോത്സവനെ സഹായിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ഇപ്പം താലൂക്ക് അവിടുന്ന് നമ്മുടെ സമുദായ NSSന്റെ പൊതുവായ NSS നിലപാടായത് കേട്ടോ. NSS താലൂക്ക് NSS യൂണിയൻ NSSന്റെ ഒരു നിലപാടായിരുന്നു ഇതെടുത്തതേ. NSS ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നായർക്ക് വോട്ട് ചെയ്യണ്ട, പിന്നെ ബ്രാഹ്മൺസിന് വോട്ട് ചെയ്യാം. നായർക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. നമുക്ക് NSSന് അങ്ങനെയല്ലല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ഉണ്ട് ചേട്ടാ. നമ്മള് NSS ആർ ശങ്കരെ മുഖ്യമന്ത്രിയാക്കിയ മണ്ണത്തൂർമനാവിന്റെ പ്രസ്ഥാനമാണ്. അല്ല, ഇന്നൊരു പത്രപ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ചങ്ങനാശ്ശേരിന്ന്. അതുണ്ടായിരുന്നു. പക്ഷെ കൊട്ടാരക്കരയിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഉണ്ടായത്. താലൂക്ക് യൂണിയൻ എടുത്ത തീരുമാനം അറിയില്ല. അതിപ്പം താലൂക്ക് യൂണിയന്റെ സർവീസ് സൊസൈറ്റികളെ തീരുമാനം. തങ്കപ്പുള്ള സാർ അറിഞ്ഞോ? അറിയാം. ഞങ്ങളുടെ സാറിനെ വിളിച്ചാൽ എല്ലാരും കൂടെ എടുത്ത തീരുമാനം. അല്ല, നമ്മള് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല സാറേ കേട്ടോ. ഭയങ്കര ഒരു ഇതായിപ്പോയി അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ. അതിന്റേതായ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. NSSന്റെ താലൂക്ക് യൂണിയൻ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാറിന്റെ ശബ്ദമാണ് പ്രേക്ഷകർ കേട്ടത്. ഐഷ പോറ്റിക്ക് നമുക്കറിയാം NSSുമായി ഏറെ ബന്ധമുള്ള ഒരു നേതാവ്, CPM നേതാവ് കൂടിയാണ് ബാലഗോപാലിന് കുടുംബപരമായി തന്നെ NSSുമായി വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. ബാലഗോപാലിന് വോട്ട് ചെയ്യാതെ ഐഷ പോറ്റിക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസ്സുകാരിയായി മാറിയ ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യാനാണ് NSS ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് കൊട്ടാരക്കരയിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ പുറത്തു വന്ന വിലയിരുത്തലനുസരിച്ച് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് UDF അവിടെ. വിനീഷ്, NSSന്റെ പിന്തുണ ഐഷ പോറ്റിക്ക് ഗുണം ചെയ്യും, ഉറപ്പാണ്? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇതിൽ NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ അണികളോട് ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ പിന്തുണ നൽകുന്നതെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. നമുക്കറിയാം, മറ്റു മണ്ഡലങ്ങളിൽ NSS സമദൂര നിലപാട്